ഹലോ ഹലോ ഹലോ, ഇതാരാ വിളിക്കുന്നത്? ഇത് ബിലാലാണ്. ആ ആം, മുസ്ലിം ബദർ യുദ്ധത്തിനെ കുറിച്ചൊന്ന് പറയൂ. ബദർ യുദ്ധത്തിനെ കുറിച്ച് എന്താണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരേണ്ടത്? ബദർ യുദ്ധത്തില് നിങ്ങൾ നേരത്തെ വീഡിയോയിൽ പറഞ്ഞേക്കാന്ന് വെച്ചാൽ ബദർ യുദ്ധത്തില് മുസ്ലിങ്ങള് 313 ഉം. എതിർ വർഷം 20 പേരെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അങ്ങനെയാണോ പറഞ്ഞേ? ഓ ശരി, ആയിക്കോട്ടെ. ഞാൻ പറഞ്ഞ വീഡിയോ നിങ്ങൾ കേട്ടതാണല്ലോ അല്ലേ? കേട്ടതാണ്. ശരി, ഇനി പറഞ്ഞോളൂ. എന്നാ എത്ര പേരെ ബദർ യുദ്ധത്തിൽ പങ്കെടുത്തത്? 20 ബദരീങ്ങൾ 20 ഇറങ്ങി 30 പുറപ്പെട്ടത് എത്ര നിങ്ങൾ പേരായിരുന്നു? കച്ചവട സംഘങ്ങളെ 20 30 കച്ചവട സംഘങ്ങൾ. അവരെ നേരിടാനാണ് 313 പേരെ കൊണ്ട് മുഹമ്മദ് നബി പോയത്. അതാണ് ഞാൻ പറഞ്ഞത്. അത് തെറ്റാണോ? ഓ തെറ്റാണ്. എന്നാ എങ്ങനെയാ ബദർ ഉണ്ടായതെന്ന് പറഞ്ഞേ. ആ ബുക്ക് നിങ്ങൾ പറഞ്ഞ ബുക്ക് നമ്മൾ ജമിനിയിൽ എടുത്ത് നോക്കി. ഞാൻ പറഞ്ഞ ബുക്ക് ഏതാ? നൂറുൽ യഖീനാ? നൂറിലൊക്കെ ആയിക്കോട്ടെ. എന്നിട്ട് പറയും, നിങ്ങൾക്ക് എത്ര അതിൽ പേരാ കണ്ടത്? 1000 പേരെ കുറിച്ച് പറയുന്നുണ്ട്. 1000 പേരെ കുറിച്ച് പറയും, സ്വാഭാവികല്ലേ. ഓ മുഹമ്മദ് നബി ബദരീങ്ങൾ 313 പേരെ തയ്യാറാക്കിയിട്ട് ഒരുങ്ങി പുറപ്പെട്ടു പോയത് എന്തിനായിരുന്നു? അതാണ് ചോദ്യം. എന്ത് അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഇത് പറയുന്നത്? എന്തിനാ? നിങ്ങൾ കയ്യിലുള്ള പുസ്തകം ഏതാ ഉള്ളത്? നൂറിലൊക്കെ എടുക്ക്, ബദർ യുദ്ധം എടുക്ക്. ജമിനിയിൽ എടുത്തിട്ടുണ്ട്. ജമിനിയിലല്ലോ, ബുക്ക് എടുക്ക്. ബുക്ക് എടുക്കാനില്ല ഇപ്പൊ കയ്യിൽ. പിന്നെ എങ്ങനെ ആ ബുക്ക് എങ്ങനെ നിങ്ങൾക്ക് ജമിനിയിൽ കിട്ടി? ജമിനിയിൽ ഇതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ജമിനി പറയുന്നതാണ്. ജെമിനിയോട് ചോദിച്ചാൽ ജെമിനി അങ്ങനെയല്ലേ പറയുള്ളൂ. അതങ്ങനെ AI മോഡലുകൾ എങ്ങനെയാ ഡിസൈൻ ചെയ്തിരിക്കണമെന്ന് പോലും അറിയില്ലേ? ചെറിയ കുട്ടിയാണോ? പഠിക്കുന്ന ആളാണോ? ഇതിനെ കുറിച്ച് പഠിച്ചോണ്ടിരിക്കുന്ന ആളാ. പഠിക്കുന്ന ആളാണെങ്കിൽ പുസ്തകം എടുത്ത് വായിക്കണം. നൂറുൽ യഖീൻ എന്ന് പറയുന്ന പുസ്തകമോ അല്ലെങ്കിൽ മുഹമ്മദ് നബിയുടെ ചരിത്രം പറയുന്ന ഏത് പുസ്തകം എടുത്ത് വായിച്ചാലും നിങ്ങൾക്ക് കിട്ടും. അപ്പം ആ പുസ്തകത്തിൽ ഇങ്ങനെ ഇല്ലെങ്കിൽ ഞാൻ ഇങ്ങോട്ട് വിളിക്കട്ടെ? ആ പുസ്തകത്തിൽ എങ്ങനെയാണുള്ളത് ഞാൻ നിങ്ങൾക്ക് ഇപ്പൊ പറഞ്ഞുതരാം. ഇനിയിപ്പോ അതിന് നിങ്ങൾ വേറെ ഒരു സമയത്തേക്ക് പോണ്ട. ഓക്കെ, ഒന്ന് പറഞ്ഞ കൊള്ളായിരുന്നു. ഓക്കെ, ഞാനൊന്ന് എടുക്കട്ടെ, ഒരു മിനിറ്റ്. ഞാൻ വായിച്ചു തരാമേ. ബദർ യുദ്ധം ഈ നൂറുൽ യഖീനിൽ നിന്നാണ് വായിക്കുന്നത്. നബി അന്വേഷിച്ച് പുറപ്പെട്ടു പോയിട്ട് കണ്ടുപിടിക്കാൻ കഴിയാത്തതും മുമ്പ് ഷാമിലേക്ക് പോയതുമായ ആ വമ്പിച്ച സംഘം മടങ്ങി വരാറായി. സംഘത്തിന്റെ തിരിച്ചുവരവ് പ്രതീക്ഷിക്കുകയായിരുന്നു റസൂൽ. തിരിച്ചുവരവിനെ കുറിച്ച് കേട്ടപ്പോൾ തന്റെ അനുചരന്മാരെ വിളിച്ചുകൂട്ടി ഇങ്ങനെ പറഞ്ഞുകൊള്ളു: ഇതാ ഖുറൈശികളുടെ വ്യാപാര സംഘം, അതിനെ ലക്ഷ്യം വെച്ച് പുറപ്പെട്ടുകൊള്ളുക. അതെ. അപ്പൊ എന്തിനെ ലക്ഷ്യം വെച്ചിട്ടാണ് പുറപ്പെട്ടു പോയത്? കച്ചവട സംഘത്തെ. ഇനി നിങ്ങൾ ജമിനിയോടൊന്ന് ചോദിച്ചേ, ബദർ യുദ്ധത്തിന് കാരണമായിട്ടുള്ള, ബദർ യുദ്ധത്തിന്റെ മുന്നോടിയായിട്ട് അബൂ സുഫിയാനും സംഘവും പോയപ്പോ അബൂ സുഫിയാന്റെ കച്ചവട സംഘത്തിൽ എത്ര പേരുണ്ടായിരുന്നു? ഒരു മിനിറ്റ്. കയ്യോടെ ചോദിക്ക. എന്തായി? എത്ര പേരാണത്രേ? ഹലോ, ഇവിടെ ചെറിയ നെറ്റ് ഇഷ്യൂ കിട്ടുന്നത്, വൈഫൈ കട്ടായത്. അത് കുഴപ്പമില്ല, ഞാൻ പറഞ്ഞുതരാം. അത് 20 30 അഭിപ്രായങ്ങളുണ്ട്. 20 30 പേരടങ്ങുന്ന ഒരു സംഘം, അതാണ് ആ കച്ചവട സംഘത്തിൽ ഉണ്ടായിരുന്നത്. അതിനെ ലക്ഷ്യം വെച്ച് പുറപ്പെടാനാണ് നബി പറഞ്ഞത്. ഓക്കെ, അതിലെ ധനം അള്ളാഹു നിങ്ങൾക്ക് നൽകിയേക്കാം എന്നാണ് പറഞ്ഞത്. ഒരു കച്ചവട സംഘം പോകുന്നു, അതിനെ ലക്ഷ്യം വെച്ച് പുറപ്പെട്ടോളി. ചിലപ്പോ അതിലെ പടച്ചോൻ ചിലപ്പോ അതിലെ ധനം നമുക്ക് നൽകിയേക്കാം എന്നാണ്. ആ ആഹ്വാനം ചിലർ ചെവിക്കൊണ്ടു, ചിലർക്കത് പ്രയാസകരമായി തോന്നി. മനസ്സിലായോ? എന്താണ്? കൊള്ള ചെയ്യാനല്ലേ പോകുന്നേ. അങ്ങനെ 313 പേരാണ് നബിക്കൊപ്പം ഉണ്ടായിരുന്നത്. അപ്പൊ 313 പേര് പുറപ്പെട്ടു പോയത് 1000 പേരെ നേരിടാനല്ല. മനസ്സിലായോ? അവര് പുറപ്പെട്ടു പോയത് ഈ കച്ചവട സംഘത്തെ മാത്രമാണ്. ഈ പുസ്തകത്തിന്റെ നൂറിലക്കിന് എന്റെ കയ്യിലുള്ള ഒരു 200 പേജിന്റെ ചെറിയ പുസ്തകമാണ്. അതിൽ പറയുന്നത് എങ്ങനെയാണെന്നറിയോ? ഈ ബുക്ക് എവിടെ കിട്ടും? അത് എല്ലാ ഇസ്ലാമിക് പുസ്തകങ്ങളും കിട്ടും. ഇതാ, കച്ചവട സംഘത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് മാത്രമാണ് നബി പുറപ്പെട്ടത്. അങ്ങനെ മദീന. എങ്ങനെ? ഈ ബുക്കിന്റെ കൃതി ആരാണ്? ഇത് പിന്നെ KV മുഹമ്മദ് കുളരി ബങ്ക് എന്നാണ് ഇത് എഴുതിയ ആളുടെ പേര്.
KP മുഹമ്മദാ? അല്ലല്ല, മുഹമ്മദ് കുളരി ബങ്ക്. അത് പരിഭാഷപ്പെടുത്തിയിട്ടുള്ളത് KVM പന്താവൂരാണ്. ഇനിയിപ്പോ ഈ പുസ്തകം നോക്കണ്ട, നിങ്ങൾ ഏത് ഇസ്ലാമിക പുസ്തകം എടുത്ത് നോക്കിയാലും, ഇപ്പൊ തബരിയുടെ താരിഖ് തബരി എടുത്ത് നോക്കിയാലും എല്ലാത്തിലും ഹുസൈൻ ഹൈക്കലിന്റെ മുഹമ്മദ് എടുത്ത് നോക്കിയാലും, അല്ലെങ്കിൽ മുഹമ്മദ് ഹമീദുള്ളയുടെ ദൈവദൂതനായ മുഹമ്മദ് നോക്കിയാലും, നിങ്ങൾക്ക് എല്ലാത്തിലും ഇതേ കിട്ടുള്ളൂ. ഇതാണ് കഥ, ബദറിന്റെ കഥ. പക്ഷെ നമ്മളെ മദ്രസ പഠിപ്പിച്ച എന്താ? മുഹമ്മദ് നബിയും മക്കയിൽ നിന്ന് മദീനയിലേക്ക് അക്രമങ്ങളും സഹിക്കാൻ വയ്യാതെ നാട് വിട്ട് ഓടിപ്പോയി. അവസാനം അവിടെയും ജീവിക്കാൻ സമ്മതിക്കാതെ നബിയെ കൊല്ലാൻ വേണ്ടി ഖുറൈശികൾ 1000-ഓളം പേരടങ്ങുന്ന വലിയൊരു സൈന്യം ഒരുങ്ങി വന്നു. അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി മുഹമ്മദ് നബിയും 313 പേരും പുറപ്പെട്ടു. ഇങ്ങനെയല്ലേ നമ്മൾ പഠിച്ചിട്ടുള്ളത്? ഇങ്ങനെയല്ലേ നമ്മളെ പഠിപ്പിച്ചത്? ആ പഠിപ്പിച്ച കഥ നുണയാണ്. മുഹമ്മദ് നബി പുറപ്പെട്ടു പോയത് 20-30 പേര്. അതാണ് ഞാൻ പരമാവധി 40 എന്ന് പറയുന്നത്. 40 പേരുണ്ടായിട്ടല്ല. മനസ്സിലായോ? അത്രയും പേരെ അടങ്ങുന്ന ഒരു കച്ചവട സംഘത്തെ കൊള്ള ചെയ്യാൻ വേണ്ടിയാണ് മുഹമ്മദ് നബി മക്കയിൽ നിന്ന് 313 ആളെയും കൂട്ടി പോയത് എന്ന് ഇസ്ലാമിന്റെ ചരിത്രത്തിലുണ്ട്. പിന്നെ 1000 പേര് വന്നത് എപ്പോഴാ? ഈ കച്ചവട സംഘത്തെ ലക്ഷ്യം വിട്ട് മുഹമ്മദ് 2 തവണ ശ്രമിച്ചത് മനസ്സിലാക്കിയ അബൂ സുഫിയാൻ സംഘവും കൊള്ള ചെയ്യാൻ വേണ്ടി മുഹമ്മദ് സംഘവും നിൽക്കുന്ന വിവരം അറിഞ്ഞ് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് സഹായത്തിന് വേണ്ടി മക്കയിലേക്ക് ദൂതനെ പറഞ്ഞയച്ച് അത് കേട്ടിട്ട് ഈ കച്ചവട സംഘത്തെ രക്ഷിച്ചെടുക്കാൻ വന്നവരാണ് ഈ 1000 പേര് എന്ന് പറയുന്ന കണക്ക്. അപ്പൊ ഈ റമദാന് നോമ്പ് പിടിക്കണതിനെ കുറിച്ചൊക്കെ? റമദാനിന് നോമ്പ് പിടിച്ച പട്ടിണിയുള്ള സമയത്ത് പരിശീലനം കൊടുത്തതാണ്, വേറെന്താ? എന്താ റമദാനിലെ നോമ്പ്? റമദാനിലല്ലേ യുദ്ധം നടക്കുന്നത്. അപ്പൊ അതാണ് ഇതിന്റെ കാര്യം. അല്ലാതെ മുഹമ്മദ് നബി പുറപ്പെട്ടു പോയത് മുഹമ്മദ് നബിനെ കൊല്ലാൻ വേണ്ടി മക്കാരെല്ലാരും കൂടി ഒരുങ്ങി പുറപ്പെട്ടു വന്ന് അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി. പച്ച നോണയാണ്. എന്താ സംശയം നിങ്ങൾക്ക്? എന്നുവെച്ചാൽ ഇന്നത്തെ കാലത്ത് ഈ ചരിത്രം ഇതുപോലെ പറയാൻ പറ്റില്ലാത്തത് കൊണ്ട്. എങ്ങനെ ഇത് പെട്ടെന്ന് ഇങ്ങനെ കേട്ടപ്പോൾ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അതാണ് എല്ലാവരുടെയും പ്രശ്നം. നമ്മൾ പുസ്തകം വായിച്ചാൽ നമുക്കത് മനസ്സിലാവും. ജെമിനിയോട് ചോദിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല. ജെമിനിയോട് ചോദിക്കുമ്പോൾ ജെമിനിയോട് പറയണം, ഞാൻ ഇതില് ഒരു എന്താ പറയാ ചരിത്രാന്വേഷകൻ എന്ന രീതിയിലാണ് എനിക്ക് വിവരങ്ങൾ വസ്തുതാപരമായിട്ടാണ് അറിയേണ്ടത്. ഇത് എന്താ പറയുക, ഡിപ്ലോമസി ഒഴിവാക്കിയിട്ട് കൃത്യമായിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്സിന്റെ അടിസ്ഥാനത്തിൽ വിവരം പറയാൻ പറഞ്ഞാൽ പറയും കേട്ടോ. ജെമിനി എപ്പോഴും ഈ ഓൺലൈൻ പിന്നെ ഇത്തരം ലാംഗ്വേജ് മോഡലുകൾ സെൻസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളിൽ വളരെ തന്ത്രപരമായി മാത്രമേ മറുപടി പറയുള്ളൂ. ഇത് ചോദിക്കുന്ന ആൾ ആരാ എന്താണെന്നൊന്നും അറിയില്ലല്ലോ. അപ്പോ ഒരു മതത്തിനെതിരായിട്ടും ഒരു കമന്റും ജെമിനി പറയില്ല തുടക്കത്തില്. പിന്നെ നമുക്ക് വസ്തുതയാണ് വേണ്ടതെങ്കിൽ അത് നമ്മൾ ചോദിച്ചാൽ അപ്പൊ പറഞ്ഞുതരും. സ്പെസിഫിക് ആയിട്ടുള്ള കണക്ക് ചോദിച്ചാൽ പറഞ്ഞുതരും. ഓക്കെ. ഈ ബുക്ക് എല്ലാവരും അംഗീകരിക്കുന്നുണ്ടോ? ഈ ബുക്ക് അംഗീകരിച്ചില്ലെങ്കിലും അംഗീകരിക്കുന്ന ബുക്കിലുണ്ട്. ഈ ബുക്ക് അംഗീകരിക്കുന്നവരാണ്. ഇത് ഞാൻ മേടിച്ചത് ഇവിടെ സമസ്തയുടെ ഒരു ബുക്ക് സ്റ്റാളിൽ നിന്നാണ്. അവർ അംഗീകരിക്കാത്ത ബുക്ക് അവർ വിൽക്കുവോ? അതാണ്. ഏത് പുസ്തകം ഏത് ചരിത്രം എടുത്ത് നോക്കിയാലും ഇങ്ങനെയാണ് ഉള്ളത്. ഓക്കെ, ശരിയാ? ശരി, ഇതേപോലെ ഉണ്ടെങ്കിൽ വിളിക്കണോ? വിളിച്ചോ. ഓക്കെ, ശരി.